ഹായ്, എയ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനോദ് കുമാർ, ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസം നടന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെലക്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദി ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനത്തെ എക്സാമിന് കാണുന്നതാണ് സ്പെല്ലിംഗ് ചോദിക്കുക. അത് ലെങ്തി ആയ ഒരു സെൻറ്റൻസ് ആയിരിക്കും. ആ സെൻറ്റൻസിനകത്ത് വളരെ ചെറിയ ഒരു സ്പെല്ലിംഗ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുക. ഇവിടെ തന്നിരിക്കുന്ന സ്പെല്ലിംഗ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. GUAGE എന്നാണ്. അത് തെറ്റായ സ്പെല്ലിംഗ് ആണ്. ആ വാക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ GAUGE ആണ്. അത് വായിക്കേണ്ടത് ഗെയ്ജ് എന്നാണ്. GAUGE ഗെയ്ജ് എന്നാണ് വായിക്കുക. അതാണ് അവിടുത്തെ തെറ്റായിട്ടുള്ള സ്പെല്ലിങ്. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് നാലാമത്തെ വാക്കാണ്. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ്. ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇവിടുത്തെ പ്രത്യേകത ശ്രദ്ധിക്കുക. നോ അതർ എന്ന് വെച്ച് തുടങ്ങിയ വാചകമാണ്. ആ വാചകത്തിനകത്ത് ആസ് എന്ന് നമ്മൾ കാണും, അല്ലെങ്കിൽ സോ ആസ് എന്ന് നമ്മൾ കാണും. സോ ആസ് എന്നോ ആസ് എന്നോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വാചകം പോസിറ്റീവ് ഡിഗ്രിയിലായിരിക്കും. ഇവിടെ നമ്മൾ വാചകം ആരംഭിച്ചിരിക്കുന്നത് നോ അതർ എന്ന് വെച്ചിട്ടാണ്. നോ അതർ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വേർബ് പ്ലസ്, അതാണ് ബേസിക് റൂള്. ഇവിടെ ആസ് വന്നതുകൊണ്ട് പോസിറ്റീവ് പദമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മെനി എന്നാണ് ആൻസർ. മെനി. നോ അതർ ബുക്ക് ഇൻ ദി സീരീസ് ക്യാപ്റ്റിവേറ്റഡ് റീഡേഴ്സ് ആസ് മെനി ആസ് ദ ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. CGL പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടോപ്പിക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. പിന്നെയുള്ളത് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഇപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതിനോട് നമ്മളോട് എന്താ പറയുന്നത്? അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അല്ലേ, ഗിവൺ സെൻറ്റൻസ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച് സെലക്ട് ദ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ എടുക്കാനാണ്. ഐ ആം ഡിറ്റർമൈൻഡ് ടു പബ്ലിഷ് മൈ ഫൈൻഡിങ്സ്. ദ സയൻറ്റിസ്റ്റ് അസേർട്ടഡ് കോൺഫിഡൻ്റ്ലി എന്നാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന വാചകം ആ ഉദ്ധരണിക്കകത്ത് വന്നത്, കൊട്ടേഷൻ മാർക്സിനകത്ത് വന്നത് ഐ ആം ഡിറ്റർമൈൻഡ് ടു പബ്ലിഷ് മൈ ഫൈൻഡിങ്സ് എന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻഡയറക്റ്റിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന വാചകത്തിൽ ഈസ്, ആം, ആർ വന്നാൽ ഇറ്റ് വിൽ ബിക്കം ഓർ ദോസ് ഓക്സിലറി ബിക്കം വാസ് ഓർ വെയർ. ആ ഓക്സിലറി വേഴ്സ് എന്തായി മാറും? വാസോ വെയറോ ആയി മാറും. അങ്ങനെയുള്ള കറക്റ്റ് ഉത്തരമാണ് ദ സയൻറ്റിസ്റ്റ് കോൺഫിഡൻ്റ്ലി അസേർട്ടഡ് ദാറ്റ് ഷീ വാസ് ഡിറ്റർമൈൻഡ് ടു പബ്ലിഷ് ഹെർ ഫൈൻഡിങ്സ് എന്നാണ്. തന്നതിൽ ഏറ്റവും സ്യൂട്ടബിളായ ഉത്തരമാണ്. തന്നതിൽ ഏറ്റവും സ്യൂട്ടബിളായ ഉത്തരം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലായിടത്തിലും എന്തുണ്ട്? ഈ പറഞ്ഞ പ്രകാരമുണ്ട്. പക്ഷേ എങ്കിലും സബ്ജക്റ്റ് കൃത്യമായി നോക്കുകയാണെങ്കിൽ ഐ ആം എന്നത് നമ്മൾ പറയുമ്പോൾ ഷീ വാസ് എന്നായി മാറി. അപ്പോൾ ആം എന്ന ഓക്സിലറി വെർബിൻ്റെ ഭൂതകാല രൂപമാണ് വാസ് എന്നത്. ദ സയൻറ്റിസ്റ്റ് കോൺഫിഡൻ്റ്ലി അസേർട്ടഡ് ദാറ്റ് ഷീ വാസ് ഡിറ്റർമൈൻഡ് ടു പബ്ലിഷ് ഹെർ ഫൈൻഡിങ്സ് എന്നതാണ്. ഡി എന്നതാണ് ആൻസർ. ദെൻ ഫോർത്ത് വൺ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതാണ് ഇതിൻ്റെ രസം. അതായത് CGL പരീക്ഷയൊക്കെ എല്ലാം, എക്സാമിനെല്ലാം വൺ വേർഡ് ഇല്ലാത്ത ചോദ്യപേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ടയർ 2ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡ് എന്നത് ചിലപ്പോൾ 2ഓ 3ഓ ഒക്കെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ വൺ ഹൂ കനോട്ട് മെയ്ക്ക് എ മിസ്റ്റേക്ക്, ഒരു തെറ്റ് പോലും വരുത്താത്ത ആൾ. ആ നിർവചനത്തിലുള്ള കറക്റ്റ് വേർഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻഫോളിബിൾ എന്നാണ്. വൺ ഹൂ കനോട്ട് മെയ്ക്ക് എ മിസ്റ്റേക്ക്. യെസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേപോലുള്ള വൺ വേർഡ് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേർഡ്. ഫിഫ്ത്ത് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമോഫോണിം അല്ലെങ്കിൽ ഹോമോഫോൺ ഫ്രം ദ ഓപ്ഷൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമോഫോൺ ഫ്രം ദ ഓപ്ഷൻസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. വി ഷുഡ് ഡാഷ് എവേ ഓൾ പ്രിജഡ്യൂസസ് ടു ലിവ് ഇൻ ഹാർമണി. ഈ വാചകത്തിൽ നിങ്ങൾ കാണും CASTE കാസ്റ്റ്,
COAST കോസ്റ്റ്, CAST കാസ്റ്റ്, COST കോസ്റ്റ്. ഇവിടെ ആൻസർ എന്താ? CAST എന്ന കാസ്റ്റ് എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? തുടച്ചു നീക്കുക, എല്ലാ മുൻവിധികളും നമ്മൾ ഐക്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ എല്ലാ മുൻവിധികളും നമ്മൾ എന്ത് ചെയ്യണം? തുടച്ചു മാറ്റണം എന്നാണ് മീനിങ്. കാസ്റ്റ് മീൻസ് ടു ഗെറ്റ് റെഡ് ഓഫ് എന്നാണ്, ടു ഗെറ്റ് റെഡ് ഓഫ് എന്നാണ്, അല്ലെങ്കിൽ ഡിസ്കാർഡ് എന്നാണ്, നിരാകരിക്കുക എന്നർത്ഥം വരുന്ന പദമാണ്. ടു ഗെറ്റ് റിഡ് ഓഫ് എന്നാണ്, അല്ലെങ്കിൽ ഡിസ്കാർഡ് എന്നാണ്. 6th വൺ, സെലക്ട് ദ കറക്റ്റ്ലി സ്പെല്ലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്പെല്ലിംഗ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഇഡിയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളോട് ചോദിച്ചത്. മുളയിലെ നുള്ളുക എന്നർത്ഥം വരുന്ന നിപ്പ് ഇൻ ദ ബഡ് എന്നാണ്, അല്ലെങ്കിൽ നിപ്പ് അറ്റ് ദ ബഡ് എന്നാണ്, മുളയിലെ നുള്ളുക. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന സ്പെല്ലിങ് തെറ്റായിട്ടാണുള്ളത്. നിപ്പ് എന്ന് പറയുമ്പോൾ NIP ഒരു പി മാത്രമേ ഉണ്ടാവും. പക്ഷേ പാസ്റ്റിലേക്കും പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്കും പോകുമ്പോൾ അവിടെ പി എന്ന അക്ഷരം ഇരട്ടിക്കും. ഓൾ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ്സ് മസ്റ്റ് ബി നിപ്ഡ് അറ്റ് ദ ബഡ്. മുളയിലേ നുള്ളണം. എല്ലാ ക്രിമിനൽ പശ്ചാത്തലവും ഉള്ള സ്വഭാവം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ മുളയിലേ നുള്ളണം എന്നാണ്. അപ്പോൾ കറക്റ്റ് ഉത്തരപ്രകാരം NIPPED എന്നാണ് വേണ്ടത്. തന്നതിൽ NIPED എന്നുള്ളത് വളരെ നിസ്സാരമായ സ്പെല്ലിങ്ങുകളാണ് ഇങ്ങനെയുള്ള എക്സാമിന് വരിക. കുട്ടികൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. 7ാമത്തത്, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച്. കറക്റ്റ് ഡയറക്റ്റ് സ്പീച്ചിലുള്ള, നമുക്ക് തന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്, അതിൻ്റെ ഡയറക്റ്റ് സ്പീച്ച്. സാധാരണ ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറയും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് അതിൻ്റെ ഡയറക്റ്റ് സ്പീച്ച് തിരഞ്ഞെടുക്കാനാണ്. വളരെ എളുപ്പമുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നത്. തന്നതിൽ ഹാഡ് ബീൻ എന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നതിൻ്റെ പാസ്റ്റ് ഫോം ഓഫ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ അതെന്തായി മാറും? ഹാഡ് ബീൻ എന്നായി മാറും. ആ ഹാഡ് ബീൻ എന്ന് വന്നതുകൊണ്ട് നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ ശരി ഉത്തരം എന്ന് നമുക്ക് നോക്കാം. അതുപ്രകാരം ദ ടീച്ചർ ഇൻഫോംഡ്, കാരണം പാസ്റ്റിലാണ് ആ വാചകം, അപ്പോൾ ഇൻഫോംസ് എന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ല. ദ ടീച്ചർ ഇൻഫോംഡ് ദ എക്സാം ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ്. അപ്പോൾ എക്സാം ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ് എന്നത് എന്തായി മാറി? ഹാഡ് ബീൻ പോസ്റ്റ്പോൺഡ്. അപ്പോൾ ആൻസർ പ്രകാരം 4ാമത്തതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉത്തരം. 8ാമത്തത്, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് CGL എക്സാമിന്. തന്നിരിക്കുന്ന ചോദ്യം നോക്കുക, അത് എസ് ഓർ നോ ക്വസ്റ്റൻ ആണ്. ഡിഡ് യു ഹിയർ ദാറ്റ് നോയിസ്? ഡിഡ് യു ഹിയർ ദാറ്റ് നോയിസ്? ഡിഡ് യു ഹിയർ ദാറ്റ് നോയിസ്? ഈ വാചകം ഏത് ടെൻസിലാണ് എന്ന് തിരിച്ചറിയാൻ ഡിഡ് എന്ന് വെച്ചിട്ടാണ് വാചകം ആരംഭിച്ചത്. തീർച്ചയായും ആ വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വാചകത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഓക്സിലറി വേർബ്സ് ആയി നമ്മൾ എന്ത് ഉപയോഗിക്കും? വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കും. അപ്പോൾ തന്നിരിക്കുന്ന വാചകത്തിലെ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. തന്നിരിക്കുന്ന വാചകത്തിലെ ഒബ്ജക്റ്റ് ഏതാ? ദാറ്റ് നോയിസ് എന്നാണ്. ദാറ്റ് നോയിസ്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, ദാറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ വരുമ്പോൾ ഓക്സിലറി വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. എസ് ഓർ നോ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഡിഡിന് പകരം നമ്മൾ വാസോ വേറോ വാചകത്തിൻ്റെ തുടക്കത്തിൽ ഉപയോഗിക്കും. പക്ഷേ ദാറ്റ് നോയിസ് എന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഏത് മതി? വാസ് മതി സിംഗുലർ. അപ്പോൾ ആൻസർ വാസ് ദാറ്റ് നോയിസ് ഹേർഡ് ബൈ യു എന്നാണ്. ആൻസർ പ്രകാരം ഡിഡ് യു ഹിയർ ദാറ്റ് നോയിസ് എന്നതിനെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആൻസർ വാസ് ദാറ്റ് നോയിസ് ഹേർഡ് ബൈ യു എന്നാണ്. ആൻസർ 1ാമത്തതാണ്. യെസ്, 9th വൺ, വീണ്ടും പാസീവ് വോയിസിലേക്ക് അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് മാറ്റിയിട്ട് ആ പാസീവ് വോയിസിലുള്ളതിൻ്റെ ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കാനാണ്. എവരി വൺ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് സ്പീച്ച്. സർപ്രൈസ് എന്നതിന് പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതുമ്പോൾ സർപ്രൈസ്ഡ് അറ്റും വരാറുണ്ട്, സർപ്രൈസ്ഡ് ബൈയും വരാറുണ്ട്. അത് ഓരോ മീനിങ്ങിനനുസരിച്ചാണ് അതിന് മാറ്റം വരാറുള്ളത്. എവരി വൺ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് സ്പീച്ച് എന്നത് പാസീവിലാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ തന്നത് ആക്റ്റീവിലാണ്, ഇതിപ്പം പാസീവിലാണുള്ളത്. അങ്ങനെ തന്നെയാണ് തരുക. അങ്ങനെ തരുന്ന സമയത്ത് എവരി വൺ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് സ്പീച്ച് എന്നതിൽ ഒബ്ജക്റ്റ് ഹിസ് സ്പീച്ച് എന്നതാണ്. അതിന് എന്ത് ചെയ്യണം? നമ്മൾ സബ്ജക്റ്റിന് സ്ഥാനത്തെ കൊണ്ടുപോയി. എവരി വൺ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് സ്പീച്ച് എന്നതിൽ ഹിസ് സ്പീച്ച് സർപ്രൈസ്ഡ് എവരി വൺ, ഹിസ് സ്പീച്ച് സർപ്രൈസ്ഡ് എവരി വൺ, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ എവരി വൺ എന്ന ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്റ്റിന് സ്ഥാനത്തെ കൊണ്ടുവന്നു.
സിമ്പിൾ പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് സഹായക്രിയ വാസോ വേറോ എടുത്ത്. എവരി വൺ എന്നത് സിംഗുലർ ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എവരി വൺ എന്നത് സിംഗുലർ ആയതുകൊണ്ട് സഹായക്രിയ എന്തെടുത്തു? നമ്മൾ വാസ് എന്നെടുത്തു. 10ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നേരത്തെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയുള്ള വാചകമാണ് എഴുതിയത്, നോ അതർ ബുക്ക് അല്ലേ? യെസ്, അങ്ങനെയാണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇൻ ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി ബിഫോർ ദ സൂപ്പർലേറ്റീവ് വേർഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് റിക്വേർഡ്. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ദ എന്ന് തന്നിട്ടുണ്ട്. ദ എന്ന് വന്നാൽ അതിനുശേഷം സൂപ്പർലേറ്റീവ് വേർഡാണ് സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. ഇങ്ങനെയുള്ള വളരെ എളുപ്പമുള്ള, ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നന്നായി പരിശീലിച്ചാൽ ഇംഗ്ലീഷിൻ്റെ ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.